ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റി പ്ലാൻസ്. നമുക്ക് മഴയൊക്കെ പോയി വേനൽക്കാലം തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഡിസംബർ മുതൽ മെയ് വരെ 6 മാസം നമുക്ക് വേനൽക്കാലമായിരിക്കും. അപ്പോൾ നമ്മുടെ ഗാർഡനെ ഒന്ന് ഒരുക്കിയെടുക്കാം, അതുപോലെ നമ്മുടെ അടുക്കളത്തോട്ടമൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇനി അങ്ങോട്ട് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു വസന്തകാലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പ്ലാന്റ്സിനൊക്കെ ഒരു നല്ല കാലാവസ്ഥയാണ്. രാവിലെയൊക്കെ നല്ല തണുപ്പും ഉച്ചയ്ക്ക് ശേഷം വലിയ ശക്തിയില്ലാത്ത വെയിലൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ്. ഈ പ്രാവശ്യമൊക്കെ നമുക്ക് മഴ കുറേ തുലാമാസമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും മഴയൊക്കെ ആയിരുന്നല്ലോ. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദമൊക്കെ കാരണം നമുക്ക് മഴയൊക്കെ ഇപ്പോൾ അടുത്ത് ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ മഴ പൂർണ്ണമായിട്ടും ഒന്ന് അവസാനിച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാ ദിവസവും പുറത്തിറങ്ങി കുറച്ച് സമയം നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒക്കെ കൂടെ ചിലവഴിക്കാൻ വളരെ സന്തോഷമാണല്ലോ. അപ്പോൾ നമ്മുടെ ലീഫി പ്ലാന്റ്സിനൊന്നും മഴ പോയി വേനൽക്കാലമായത് അത്ര സന്തോഷമുള്ള കാര്യമല്ല കേട്ടോ. ഫ്ലവറിങ് പ്ലാന്റ്സിനാണ് ഇത് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഓസൊക്കെ ഇപ്പോൾ ആകെ പഴയതായിട്ട് എല്ലായിടത്തും ഹോൾസൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ ദിവസവും നനക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പുതിയ ഹോസൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ആദ്യം തന്നെ നമ്മുടെ ബോഗൺവില്ലാസ് കണ്ടോ, ഒക്കെ എന്തോ കോലത്തിൽ കിടക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം ഞാൻ വിചാരിക്കുന്നു. സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ പിന്നെ ഈ സമയത്തേക്ക് പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് എല്ലുപൊടി വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചാണകപ്പൊടി ഒക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പോട്ടൊക്കെ പഴയതായിട്ടുണ്ട്, വെയിലൊക്കെ കൊണ്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് റീപോർട്ട് ചെയ്യണില്ല. ഞാനിപ്രാവശ്യം ഒന്ന് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ ഫെർട്ടിലൈസറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത്. ഇപ്രാവശ്യമൊക്കെ മഴ കുറേ വീണ്ടും വീണ്ടും പെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബൊഗൺവില്ലകളൊക്കെ പൂക്കണോ വേണ്ടേ എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു. കുറച്ച് മുമ്പ് ഞാൻ ഫെർട്ടിലൈസറൊക്കെ കൊടുത്തൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിരുന്നു. അപ്പോൾ വീണ്ടും മഴ പെയ്ത് അങ്ങനെ വീണ്ടും ഇലകളാണ് വന്നത്. അപ്പോൾ ഇനി എന്തായാലും പൂക്കളൊക്കെ വരുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന് നല്ല വെയിൽ വേണം. ഇതിന് ഫെർട്ടിലൈസർ മാത്രം പോരല്ലോ, ബോഗൺവില്ലയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് നല്ല വെയിൽ. അപ്പോൾ ഈ മുൻഭാഗത്ത് മാത്രമേ നമുക്ക് കുറച്ച് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് ബോഗൺവില്ലകളൊക്കെ വെച്ചിട്ടുള്ളത്. ബോഗൺവില്ലകൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണം. അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കും ചെയ്യുക, കൂടുതലായിട്ട് വെള്ളം കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിലാണ് നല്ല ഭംഗിയായിട്ട് പൂത്ത് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ജൈവവളങ്ങളാണ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് രാസവളം NPK അല്ലെങ്കിൽ ബാസാക്കോട്ട ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ പുതിയ വെറൈറ്റി ബോഗൺവില്ലാസ് ഒന്നും ഇല്ല കേട്ടോ. പുതിയ വെറൈറ്റീസ് ആണെങ്കിൽ നമ്മളത് മഴയൊക്കെ കൊള്ളാതെ നന്നായിട്ട് കെയർ ചെയ്യണം. ഇത് പിന്നെ പഴയ വെറൈറ്റീസ് ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല, മഴ വെയിലൊക്കെ കണ്ട് അങ്ങനെ കിടന്നോളും. വെയിലാകുമ്പോൾ വേനൽക്കാലമാകുമ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കുറച്ച് ഫെർട്ടിലൈസർ കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. പുതിയ വെറൈറ്റീസൊക്കെ കളക്ട് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ മുറ്റത്ത് നമുക്ക് വെയിൽ കിട്ടുന്ന ഏരിയ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഈ പ്ലാന്റൊക്കെ കളഞ്ഞാൽ മാത്രമേ പുതിയത് കൊണ്ടുവന്നാൽ നമുക്ക് വെക്കാനായിട്ട് സ്പേസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പുതിയ വെറൈറ്റീസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. ഈ ജൈവവളം കൊടുക്കുമ്പോൾ പ്ലാന്റ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നല്ല ഹെൽത്തി ആയിട്ട് വരും. ആ സമയത്താണ് നമ്മൾ രാസവളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. NPK, DAP ഇല്ലെങ്കിൽ ബാസാക്കോട്ട, ഇതിലേതെങ്കിലും ഒന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൂത്ത് കിട്ടും. ഇനി മഴയൊക്കെ പോയി വെയിലായതിൽ വിഷമിച്ചിരിക്കണ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലീഫി പ്ലാന്റ്സ് അവരെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ശക്തിയായിട്ടുള്ള വെയിലേൽക്കുകയാണെങ്കിൽ ഈ ലീഫി പ്ലാന്റ്സിനൊന്നും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അഗ്ലോണിമ, ബിഗോണിയ, കലാത്തിയ ഇവരൊക്കെ നമുക്ക് ഏതെങ്കിലും ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് മാറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ കലാത്തിയ പ്ലാന്റ്സൊക്കെ വീണ്ടും തണലത്തേക്ക് ഗ്രീൻ നെറ്റിൻ്റെ താഴേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ മഴ സമയത്തെല്ലാം മഴ കൊള്ളാനായിട്ട് പുറത്തേക്ക് വെച്ചതായിരുന്നു. ഇപ്പോൾ ഗ്രീൻ നെറ്റൊക്കെ ഒന്ന് റെഡിയാക്കി ഇനി ഇതിൻ്റെ താഴത്തേക്ക് എല്ലാ പ്ലാന്റ്സും അറേഞ്ച് ചെയ്ത് വെച്ചെടുക്കുകയാണ്. നമ്മുടെ മുറ്റത്ത് നല്ല വെയിലാണെങ്കിൽ എന്തായാലും വേനൽക്കാലത്ത് നമ്മുടെ ലീഫി പ്ലാന്റ്സിനൊക്കെ ഇതുപോലെ ഗ്രീൻ നെറ്റ് കെട്ടി കൊടുക്കണം കേട്ടോ. നേരിട്ടുള്ള വെയിലേൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്ക് അടുക്കളത്തോട്ടം റെഡിയാക്കി എടുക്കാം. എനിക്കിവിടെ താഴെ മുറ്റത്തൊന്നും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ആകെ വൃത്തിയേടായി കിടക്കുകയാണ്. അപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. നമ്മുടെ ഈ കരിയിലയൊന്നും കളയണ്ട, ഇതെല്ലാം കൂട്ടി വെച്ച് ഒരു ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ കരിയില ഇടയ്ക്ക് വാരി ചാക്കിലോ ചട്ടിയിലൊക്കെ നിറച്ച് വെക്കാറുണ്ട്. അപ്പോൾ നമുക്കിതിന് പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം പച്ചക്കറികൾക്കൊക്കെ. അപ്പോൾ ഈ ഗ്രോ ബാഗൊക്കെ പഴയ ഗ്രോ ബാഗൊക്കെ ഒന്ന് കൊട്ടിയ ശേഷം ഈ മണ്ണ് തന്നെയാണ് വീണ്ടും ഉപയോഗിക്കുകയാണ്. അതിന് ശേഷം ഇതാ നമ്മൾ ഒരു വർഷമൊക്കെ ആയി ഈ ചാക്കിലാക്കി വെച്ചിട്ട് കേട്ടോ കരിയില. അപ്പോൾ ചാക്കും പൊടിഞ്ഞിട്ടുണ്ട്, കരിയില നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കോക്കോ പിറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കരിയില പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിന് അധികം വെയിറ്റ് ഇല്ലാതെ കിട്ടും നമുക്ക്. അതിന് ശേഷം കുറച്ച് ചാണകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ഞാൻ സാധാരണ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഈ ഫെർട്ടിലൈസറൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന വരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മണ്ണൊക്കെ മിക്സ് ചെയ്യാനും ഗ്രോ ബാഗൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് എനിക്ക് സഹായത്തിനുള്ള ആളെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രോ ബാഗിലൊക്കെ പകുതി ഭാഗം കരിയില നിറച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഗ്രോ ബാഗിന് അധികം വെയിറ്റ് ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനൊക്കെ നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ. അതുപോലെ തന്നെ വെള്ളം കുറച്ച് ഇതിൽ തങ്ങി നിൽക്കും ചെയ്യും. താഴ്ഭാഗത്ത് ഇലകളുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു തണുപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ടെറസിന് മുകളിലായതുകൊണ്ട് തന്നെ നല്ല വെയിലായിരിക്കും. നനക്കാനൊക്കെ കുറച്ച് ലേറ്റ് ആയാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ ചെടികൾ വാടും. ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് നേരം കൂടെയൊക്കെ വെള്ളം അതിൽ കെട്ടിക്കിടക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുകളിൽ കുറച്ച് അഡീനിയത്തിൻ്റെ തൈകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യണം. ഇത് നമുക്കിപ്പോൾ കോക്കോപീറ്റിൽ മാത്രമാണ് ഈ തൈകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് കുറച്ചുകൂടെ വലിയ പോട്ടിലേക്ക് മാറ്റി കുറച്ച് ഫെർട്ടിലൈസറൊക്കെ ഉള്ള ഒരു പോട്ട് മിക്സൊക്കെ കൊടുത്തൊന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. താഴെ വെയിലില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ ടെറസിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുള്ളത്. ചിലതൊക്കെ പ്രൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, മദർ പ്ലാന്റ്സൊക്കെ. അപ്പോൾ അതൊക്കെ പുതിയ തളിർപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് തന്നെ പൂത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നല്ല വെയിലായിരിക്കും ഈ ടെറസിൻ്റെ മുകളിൽ. അപ്പോഴാണ് ഇതൊക്കെ പൂത്ത് കിട്ടുള്ളൂ. നമുക്ക് താഴെ വെക്കുകയാണെങ്കിൽ നമുക്ക് മുറ്റത്ത് അധികം വെയിലില്ലാത്തതുകൊണ്ട് തന്നെ ടെറസിന് മുകളിലാണ് ഞാനതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രോ ബാഗിലൊക്കെ ഞാൻ കാര്യമായിട്ട് ചീരവിത്താണ് കേട്ടോ. അപ്പോൾ അത് ചീരവിത്താണ് കേട്ടോ നമ്മൾ പാകാൻ പോകുന്നത്. ചുവപ്പ് ചീര പച്ചച്ചീര എല്ലാം ഉണ്ട്. നമുക്ക് പച്ചക്കറികളെക്കാളും ഇഷ്ടം ഇലക്കറികളോടാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മൾ ചീരയാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ 2-3 ദിവസത്തിനുള്ളിലെല്ലാം മുളച്ച് വരും. അതിനുശേഷം ഒരു അത്യാവശ്യം ഒരു സൈസുള്ള തൈകളാകുമ്പോൾ വീണ്ടും കുറച്ച് മണ്ണൂടെ ബാക്കിയുണ്ട്. അതൊക്കെ ഒരുപാട് ഗ്രോ ബാഗും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ മണ്ണ് നിറച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് പിരിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക. ഇതിന് ശേഷം 2-3 ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ തൈകളായിട്ട് ഇനി കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ വിത്തുകൾ കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നാടൻ പെറ്റൂണിയ, അതുപോലെ ഹാങ്ങിങ് വിങ്ക, ഇതിൻ്റെയൊക്കെ വിത്തുകളും കൂടെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാകിയെടുക്കണം ഇനി. അപ്പോൾ ഇനി ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയ പരിപാടി അവസാനിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ നമ്മുടെ വേനൽക്കാലത്തെ വരവേൽക്കാനായിട്ട് തയ്യാറായിക്കോളൂ. ഇനി പുതിയ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.